ഞങ്ങൾ കോർപ്പറേഷൻ്റെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അവരവരുടേതായ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത് വാട്സാപ്പ് മെസ്സേജ് ആയിക്കോട്ടെ കത്തായിക്കോട്ടെ നേരിട്ട് വന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൗൺസിലർമാരൊക്കെ വരുന്നുണ്ട് പുതിയ ഭരണസമിതിയുടെ ഇടപെടൽ പ്രതീക്ഷിച്ച്. അപ്പോൾ ഇത് എൻ്റെ ചുറ്റും രണ്ടിടത്ത് നിൽക്കുന്നത് ചാല വാർഡിൻ്റെയും മണക്കാട് തന്നെയും കൗൺസിലർമാരാണ് ശ്രീ SKP രമേശ് സരിതയും. SKP കഴിഞ്ഞ ദിവസം തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഈ പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടക്കാൻ വേണ്ടി 1000 ആൾക്കാരോളം ഒരു ദിവസം വരുന്നുണ്ട്. ചുറ്റുമുള്ള ഒരു 10 വാർഡിൽ നിന്നും ആൾക്കാർ നമുക്കറിയാം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ കുറേ കാലമായി അവർക്ക് പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇഴജന്തുക്കൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു പാമ്പ് അവിടെ ചത്ത് കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്, തെരുവ് നായ്ക്കളുടെ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ വെള്ളമില്ല, കുടിവെള്ളമില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ലേഡീസ് നടക്കുന്ന അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ അവർ യോഗ ചെയ്യുക, സുംബ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കാട് പിടിച്ച് കിടക്കുന്ന ഇഴൽ ജന്തുക്കളാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന് അവർ സാധാരണ നടക്കാൻ വരുന്ന 5 മണി മുതലൊക്കെ 4:30-5 മണി മുതലാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ അവരോടൊപ്പം വന്നു, ഇവിടെ എല്ലാം നടന്നു കണ്ടു, അവരൊരു മെമ്മോറാണ്ടം തന്നു. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരോട് പ്രാഥമികമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ സെക്രട്ടറിയെ വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപയോഗിക്കാത്ത ഒരുപാട് LED വാളൊക്കെ അത് അതിൻ്റെ പാക്കിംഗ് പോലും പൊട്ടിക്കാതെ പുതിയത് ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ളതാണ് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് അടിയന്തരമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കാതെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ ഹരിതകർമ്മ സേനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഓട്ടോകൾ അവിടെ വെറുതെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നടന്നു കണ്ടു, അത് പരിശോധിക്കണം. അപ്പോൾ നാളെയോ മറ്റന്നാളോ തന്നെ ഈ പ്രദേശത്തുള്ള കൗൺസിലർമാരും അതോടൊപ്പം തന്നെ കൺസേൺഡ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനുശേഷം ആരെങ്കിലും ഒരാളിനെ, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ പുത്തരിക്കണ്ടം പാർക്ക് പരിപാലിക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലും തിരുവനന്തപുരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അവരുടെയൊക്കെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുവാൻ, നടക്കുവാനും മറ്റ് വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ തക്ക തരത്തിലേക്ക് ഈ പാർക്കിനെ സംരക്ഷിക്കുവാനും മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. വരട്ടെ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ അന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പറയാം. ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്.